ഇതേപോലെയാണോ നിങ്ങളുടെ വീട്ടിലെ വെണ്ടച്ചെടികളുടെ ഇല? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ടച്ചെടികളുടെ അടിയിലുണ്ടാകുന്ന ഒരു കുമിളകളാണ്. അതൊരു ഫംഗസ് ആണ്, ഫംഗസ് രോഗമാണ്. അതിപ്പോ നമ്മളതിന് ഇലപ്പുള്ളി രോഗമെന്നും പറയും. പിന്നെ നമ്മള് കറുത്ത പൊട്ടുകൾ, ഇലയിലുണ്ടാകുന്ന കറുത്ത ഒരു തരം പൊട്ടുകളാണത്. ഇത് കണ്ടോ? ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ഇത് എല്ലായിടത്തും പെട്ടെന്ന് ബാധിക്കും കേട്ടോ. ഇതൊരു ഫംഗസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഈ ഇലപ്പുള്ളി രോഗം പെട്ടെന്ന് ബാധിക്കും, എല്ലാ ഇലകളിലും വരും. അപ്പൊ നമ്മൾ അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഇല നമ്മള് മുറിച്ചു മാറ്റണം. ആ ഇല നമ്മൾ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് നമ്മൾ ഇതിന്റെ അടുത്തിടരുതിട്ട് ദൂരെ നമ്മൾ അത് കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ നമ്മളത് കത്തിച്ച് കളയണം. ഇത് കണ്ടോ? ഇത് ഇപ്പൊ ഇതിന് ഒരെണ്ണേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ കുറച്ച് ദിവസം, 2 ദിവസം ആയപ്പോഴത്തേക്ക് അടുത്ത ഇലയിലും ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനുള്ള മരുന്നെന്ന് പറയുന്നത് ഇത് കണ്ടോ? ഇതിന്റെ ഉള്ള മരുന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറഞ്ഞ തോതിൽ, ഇതിപ്പോ നല്ല കൂടിയതായിട്ടുണ്ട് കേട്ടോ. ഇത് കൂടി കണ്ടോ? നന്നായിട്ട് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ, നന്നായിട്ട് ഇത് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഇലപ്പുള്ളി രോഗം കുറവാണെങ്കിൽ ഇത് തുടക്കമാണെങ്കിൽ നമുക്കതിന് വെളുത്തുള്ളിയും വേപ്പെണ്ണയും വെളുത്തുള്ളിയും മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ പക്ഷെ ഇതിപ്പോ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇലയെല്ലാം ആദ്യം കട്ട് ചെയ്തിടുക. അത് ഈ മഴക്കാലത്ത് വെള്ളം നമ്മുടെ ചെടിയിൽ ഈർപ്പം കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ അസുഖം വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഇലകളെല്ലാം നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ വെണ്ട അടുത്തടുത്ത് വെക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലോട്ട് പെട്ടെന്ന് രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ചെറിയ പണി നടക്കുവാണ്, അതുകൊണ്ട് വീടിന്റെ കുറച്ച് പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലക്കുറവുണ്ട്. ഇങ്ങനെ ഒരിക്കലും അടുത്ത് വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മള് മൂപ്പായ വെണ്ടക്കായൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. കാരണം പിന്നീട് നമ്മൾ 15 ദിവസം ആയതിനു ശേഷം മാത്രമേ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല മഴയാട്ടോ, എല്ലാവർക്കും മഴയില്ല, ഇവിടെ നല്ല മഴയാണ്. അപ്പൊ ഞാൻ പുറത്ത് നിന്നിട്ട് നിങ്ങളിത് കാണിക്കാൻ വേണ്ടി മാത്രമാട്ടോ ഇങ്ങനെ എടുത്തത്. അപ്പൊ നമ്മൾ ഈ ഇല നമ്മൾ കൊണ്ട് കത്തിച്ച് കളയാൻ പോവുക. ഇനി ഇതിനുള്ള നമ്മൾ മരുന്നാണ് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ മൂപ്പാകാനായ നമ്മൾ കറി വെക്കാൻ പാകമായ വെണ്ടയ്ക്കും എല്ലാം നമുക്കിത് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ മരുന്നടിച്ചതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. പിന്നെ നമുക്ക് മരുന്നിന് ഞാനിപ്പോ 2 മരുന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. ഒരെണ്ണം എന്റെ കയ്യിലുള്ളൂ കേട്ടോ. അതിന് പകരമാണ് നമ്മൾ വേറെ മരുന്ന് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ ഉപയോഗിക്കുന്ന മരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ തുരിശും കുമ്മായെന്ന് പറയും, എല്ലാവർക്കും അറിയായിരിക്കും. തുരിശിന് ഏകദേശം നമ്മൾ 1 കിലോയ്ക്ക് 150 മുതൽ 300 രൂപ വരെ വരും. കുമ്മായത്തിന് 15 രൂപയേ വരത്തുള്ളൂ. നമ്മള് സാധാരണ മേടിക്കുന്ന കുമ്മായത്തിന് 15 മുതൽ 50 വരെയാണ്. അപ്പൊ തുരിശിന് നമ്മൾ ഓൺലൈൻ വഴി മേടിക്കുകയാണെങ്കിൽ 400 മുതൽ 600 വരെ വിലയുണ്ട്. അപ്പൊ തുരിശും നമ്മൾ ഒരു 10 ഗ്രാം തുരിശെടുക്കുക, 10 ഗ്രാം കുമ്മായ എടുക്കുക. 10 ഗ്രാം തുരിശിലോട്ട് നമ്മൾ 5 ലിറ്റർ വെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. കുമ്മായം മറ്റേത് പ്ലാസ്റ്റിക് പാത്രത്തിൽ 2-2 കേട്ടോ വെക്കേണ്ടത്. നമ്മൾ കുമ്മായം 5 ലിറ്റർ വെള്ളത്തില് 10 ഗ്രാം കുമ്മായം എടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തില്, ഒത്തിരി ചൂടല്ല, ചെറു ചൂടുവെള്ളത്തില് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കണം. ഒരിക്കലും കുമ്മായം നമ്മൾ തുരിശിലോട്ട് നേരിട്ട് കുമ്മായം ഒഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യം തുരിശ് കലക്കി വെച്ചത് എടുത്ത് കുമ്മായത്തിലോട്ടാണ് ഒഴിക്കേണ്ടത്. കുമ്മായം എടുത്ത് തുരിശിലോട്ട് ഒഴിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ ഇത് ലോങ് ആയിപ്പോവും, പിന്നെ നല്ല മഴയുണ്ട്. ഇനി ഞാൻ നിങ്ങളെ അകത്ത് വെച്ച് കാണിച്ചു തരാം. പിന്നെ ഈ മരുന്ന് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മരുന്ന് നിങ്ങൾ അടിക്കേണ്ടത് ഇലയുടെ അടികളിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ഇലയുടെ ഇങ്ങനെ അടിഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് രാവിലെ ചെയ്യേണ്ടത്, രാവിലെ ചെയ്യാം, 5 മണിക്ക് ശേഷം വൈകുന്നേരത്തും ചെയ്യാം. വെയിലിൽ ഒരിക്കലും ചെയ്യരുത്, ഇപ്പൊ വെയിലില്ല. പിന്നെ ഇത് അടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് എങ്കിലും നമുക്ക് പിന്നെ ഒരു തോർച്ച കിട്ടണം കേട്ടോ. ഇങ്ങനെ അത് മറക്കരുത്, ചെടിയുടെ അടിഭാഗങ്ങളിലാണ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ മരുന്നെന്ന് പറയുന്നത് അടിയിലും നമ്മുടെ മേളിൽ, പുറത്തും ഉള്ളിൽ ഇറങ്ങി ചെന്ന് നമ്മുടെ ഫംഗസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് കാണിച്ചു തരാം നിങ്ങളെ. നല്ല മഴയാണ്, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്ന 1 ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തില് നമ്മള് ഇതാണ് ഇതേ മരുന്ന്. ഇതാണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സാഫാണ് കേട്ടോ, ഇത് കണ്ടോ. അപ്പൊ ഈ സാഫ് എങ്ങനെ വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തില് ഒരു 2 ഗ്രാം അല്ലെങ്കിൽ നമ്മൾ 3 ഗ്രാം, ഇതാണ്ട്
അതിൽ കൂടുതൽ എടുക്കരുത്, ഒരിക്കലും അത് അങ്ങനെ എടുക്കരുത്. നോക്കണം, 1 ലിറ്റർ വെള്ളത്തിലാട്ടോ 2 ഗ്രാം അല്ലെങ്കിൽ 3 ഗ്രാം ആണ്. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. മറക്കണ്ട, അതിന്റെ പേര് കണ്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളപ്പോ അടുത്തുനിന്ന് വെച്ച് ചെയ്യരുത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് മിക്സ് ചെയ്തപ്പോ ഇതിന്റെ നിറം കണ്ടോ, ഒരു ലൈറ്റ് ഒരു നീല കണ്ടോ. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മഴ ഇല്ലാത്ത സമയത്ത് നോക്കി വേണം കേട്ടോ അടിക്കാന്. പിന്നെ നമ്മുടെ ഇലകൾ ഇവിടെ ഭയങ്കര മഴയാട്ടോ, അപ്പം അതുകൊണ്ട് ഞാൻ അകത്ത് വെച്ച് നിങ്ങളെ കാണിക്കുക കേട്ടോ. ഞാനിത് കലക്കി ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. എന്നിട്ട് ഇല ഞാനൊരു ചെടിയിട്ട് വെട്ടാതെ നിർത്തിയതാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അത് ദൂരെ കൊണ്ട് നമ്മൾ കത്തിച്ച് കളയാണ് മിക്കവാറും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് ഒരു കുഴികുത്തി അതിലിട്ട് മൂടുക ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ചെടികളിലും കൂടി ഇത് പടർന്നു പിടിക്കും. ഇത് കണ്ട നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പകരം ഞാൻ പറഞ്ഞത് തുരിശും കുമ്മായവും നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമ്മൾ ഇത് വാങ്ങി ചേർക്കാം. ഇത് നല്ലൊരു കീടനാശിനി, ഇത് കേട്ടോ ജൈവ കീടനാശിനി കേട്ടോ. കുമിള രോഗങ്ങൾക്കുള്ള ഒരു ജൈവ കീടനാശിനിയാണ്. ഇത് 1.5 ലിറ്ററിന്റെ കുപ്പിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്ന 2 ഗ്രാം അല്ലെങ്കിൽ 3 ഗ്രാം അതിൽ കൂടാൻ പാടില്ല. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങളെങ്ങാനും കൂടുതൽ എടുത്തു കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ ചെടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ എന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പറ്റിയെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അറിയുന്നവരുണ്ടാവും കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. പിന്നെ കുരിശും കുമ്മായം എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ അല്ല, കമന്റിൽ പറയാൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇതാണ്ട് നമ്മളിങ്ങനെ അടിച്ച് നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. കുലുക്കിയിട്ട് നമ്മളിത് കുലുക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിലൊക്കെ നോക്കണം, സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകണം കേട്ടോ. ഇത് നമ്മൾ ചെടിയുടെ ഇടയിൽ നന്നായിട്ട് അടിഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് പുറത്തുപോയി സ്പ്രേ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ തുരിശും കുമ്മായവും നമ്മളിങ്ങനെ കലക്കി 1 ദിവസത്തേക്ക് വെക്കാൻ പാടില്ല കേട്ടോ. കലക്കി അപ്പൊ തന്നെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് അതിന്റെ വീര്യം കുറഞ്ഞ് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്നും ഞാൻ പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.